അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC നിലവിൽ വരുന്ന റാങ്ക് പട്ടികയുടെ കാലാവധി ചുരുക്കാനും അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനുമുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പോകുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ റാങ്ക് പട്ടികയുടെ കാലാവധി 3 വർഷമായിരുന്നത് ഇനി അത് 2 വർഷത്തിലേക്ക് ചുരുക്കാനും അതുപോലെ തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനുള്ള നടപടികളൊക്കെ ആരംഭിക്കാൻ തീരുമാനം ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ പ്രധാനമായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒഴിവുകളുടെ എണ്ണത്തിന്റെ 5 ഇരട്ടിയായിട്ടാണ് കണക്കാക്കിയാണ് റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണം, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടികയിൽ തയ്യാറാക്കുന്ന അവസരത്തിൽ മുഴുവൻ റാങ്ക് പട്ടികയിലുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ധാരാളം ഉദ്യോഗാർത്ഥികളെ ജോലി ലഭിച്ചില്ല എന്ന പരാതികൾ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് പലവിധ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത സാഹചര്യത്തിലാണ് PSC ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആശങ്കയിൽ ഉയർത്തുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് മാർക്കിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. കാരണം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് പുറത്തിറക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിന് കുറവ് വരുത്തുമ്പോൾ കട്ട് ഓഫ് മാർക്കിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് മാർക്ക് കൂടുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തണമെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ എത്തൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും കട്ട് ഓഫ് മാർക്കിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് ഇനിയുള്ള കാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് PSC എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെയുള്ള വാർത്തകളിൽ കൂടി കാണാൻ സാധിക്കുന്നത്. ഓരോ വകുപ്പുകളിലെയും 2 വർഷത്തേക്ക് ഉണ്ടാകാനിടയുള്ള പ്രതീക്ഷിത ഒഴിവുകളുടെ 10% അധികം ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഇനി PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അടുത്ത 2 വർഷത്തേക്ക് നിലവിൽ വരാനുള്ള ഒഴിവുകളുടെ കൃത്യമായ കണക്ക് ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആയ സ്പാർക്കിൽ നിന്നും കണക്കാക്കും. ഈ ഒഴിവുകൾ മുൻകൂട്ടി PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും അല്ലാതെയും PSCക്ക് നേരിട്ട് സ്പാർക്കിലുള്ള ഓരോ തസ്തികയിലെയും പ്രതീക്ഷിത ഒഴിവുകൾ മനസ്സിലാക്കാനും ഒഴിവ് എന്ന നിലവിൽ വരുമെന്ന് അറിയാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ 10% അധികം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുകയാകും PSC റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ പരിഗണിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഇതിനുള്ള ഉത്തരവ് പുറത്തിറക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ PSCയുടെ തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഇനി ഭേദഗതി വരുത്തണം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെയധികം ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്തയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ പ്രതീക്ഷിത ഒഴിവുകളുടെ 5 ഇരട്ടി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് PSC റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതെങ്കിൽ പട്ടികയുള്ള ഭൂരിഭാഗം പേർക്കും നിയമനം കിട്ടാതെ വരുന്ന വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നടപടികളിലേക്ക് PSC മാറുന്നതെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കുന്നതാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ തീരുമാനങ്ങൾ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടികയിൽ PSC പട്ടികകൾ ചെറുതാക്കാനും ഒഴിവിന്റെ 10% ഉദ്യോഗാർത്ഥികൾ മാത്രം അധികം വരാനുമുള്ള ഒരു ലിസ്റ്റിലായിരിക്കും PSC ഇനിയിപ്പോൾ റാങ്ക് പട്ടികകളൊക്കെ തയ്യാറാക്കാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താതെ പരമാവധി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറച്ച് റാങ്ക് പട്ടിക ചെറുതാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് PSC നീങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.